പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നവംബർ 17 2023 നവംബർ 17 കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് മഞ്ചേശ്വരം എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ നിന്ന് ആരംഭിച്ച നവകേരള സദസ്സ് 2023 ഡിസംബർ 23 വട്ടിയൂർക്കാവിൽ അവസാനിച്ചു. ഏതാണ്ട് നവംബർ 17 എന്ന് പറയുമ്പോൾ 13 ദിവസവും 23 ദിവസവും 36 ദിവസങ്ങൾ നീണ്ടുനിന്ന ഒരു വ്യായാമം ആയിരുന്നു നവകേരള സദസ്സ്. ആ നവകേരള സദസ്സ് ലോകത്തിൽ തന്നെ ഇതം പ്രഥമമായി നടന്ന ഒരു സംഭവമാണ് എന്നാണ് ഗവൺമെൻറ്റിൻ്റെ വക്താക്കളും CPMൻ്റെ അടിമ സംഘങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അവർ പറഞ്ഞത് ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടങ്ങുന്ന ഒരു സംഘം ഒരു ബസ്സിൽ സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും പോയി ജനങ്ങളെ കണ്ട് അവരുമായി സംവദിച്ച് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പരിഹരിച്ച് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവരുമായി സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് നീങ്ങിയ ഒരു സംഭവം അത് ലോകത്തിൽ തന്നെ ആദ്യമാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതാണ്ട് 1 കോടിയിലധികം രൂപ വിലയുള്ള ഒരു പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുള്ള ഒരു ബസ്സിൽ, കറങ്ങുന്ന കസേര മുതൽ കക്കൂസ് വരെയുള്ള ഒരു ബസ്സിൽ 140 മണ്ഡലങ്ങളിലും കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടി സന്ദർശിച്ച് ജനങ്ങളെ കണ്ടു അത്രേ, അവരോട് സംവദിച്ചു അത്രേ. ഇതാണ് ഇവർ പറയുന്നത്. ഈ വ്യായാമം, ഈ നവകേരള സദസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പരിപാടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നവംബർ 17 മഞ്ചേശ്വരത്തു നിന്ന് ആരംഭിച്ച് ഡിസംബർ 23 തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ പര്യവസാനിച്ചു. സുഹൃത്തുക്കളെ, ഈ 36 ദിവസം നടന്ന ഈ ഒരു വ്യായാമം ഇതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ടായി എന്ന് നമ്മൾ ഒന്ന് വിശകലനം ചെയ്ത് നോക്കണ്ടേ സുഹൃത്തുക്കളെ? കാരണം കഴിഞ്ഞ 36 ദിവസമായി ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണുള്ളത്. അപ്പോൾ ആദ്യമായി നമ്മൾ കാണേണ്ടത് എന്തുകൊണ്ടാണിത് ചെയ്യാൻ, ഇങ്ങനൊരു വ്യായാമം നടത്താൻ പിണറായി സർക്കാർ നിർബന്ധിതരായത് എന്നുള്ളതാണ് നമ്മളതിനെക്കുറിച്ചിട്ട് ഒന്ന് ചിന്തിക്കണം. അതിന് 2-3 കാരണങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ അത്യഭൂതപൂർവമായിട്ടുള്ള ഒരു ജനപിന്തുണ അദ്ദേഹത്തിൻ്റെ മരണാനന്തരം അദ്ദേഹത്തിന് ലഭിച്ചത്, അത് ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വിഷയമായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ മരണാനന്തരം അദ്ദേഹത്തിന് ലഭിച്ച ആ ഒരു ബഹുമാനത്തെക്കുറിച്ചിട്ടും ആദരവിനെക്കുറിച്ചിട്ടൊന്നും ഞാൻ വിശദമായി പറയുന്നത് നമ്മളൊരുപാട് ചർച്ച ചെയ്തതാണ്. അപ്പോൾ അത് ഈ ഗവൺമെൻറ്റിനെ വല്ലാതെ ചലിപ്പിച്ചു. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് CPMൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ 964 CPM രൂപീകരിച്ചതിന് ശേഷം ഇന്നേ വരെ ഉണ്ടാകാത്ത തരത്തിലുള്ള വലിയ വെല്ലുവിളികളും പ്രതിസന്ധികളും CPM നേരിട്ടു ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എന്നുള്ളതാണ്. അതിലെ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങൾ, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ഡോളർ കള്ളക്കടത്ത് കേസ്, ലൈഫ് മിഷൻ കോഴക്കേസ്, മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കണ്ടെത്തലോടുകൂടി വന്ന മാസപ്പടി കേസ്, അതൊക്കെ വലിയ തോതിൽ, അതുപോലെ തന്നെ മറ്റേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറയുമായി ബന്ധപ്പെട്ട ഒരുപാട് അഴിമതി വിഷയങ്ങൾ, അതൊക്കെ CPMനും ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിക്കും ഒക്കെ തന്നെ വലിയ പ്രതിസന്ധി വെല്ലുവിളികളും സൃഷ്ടിച്ചു. അതിന് സമാന്തരമായി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വന്ന വെളിപ്പെടുത്തലുകൾ, അവിടെ നടന്ന 300 കോടി രൂപയുടെ കൊള്ള, അതിൽ CPMന് ഉണ്ട് എന്ന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ, അതൊക്കെ CPMനെ വല്ലാതെ ഉലച്ചു. അപ്പോൾ ഒന്ന്, ഉമ്മൻചാണ്ടിക്ക് മരണാനന്തരം കിട്ടിയ സ്നേഹാദരങ്ങൾ, ബഹുമാനം. 2, CPMുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങൾ, അതിലൂടെ ഉണ്ടായിട്ടുള്ള വെല്ലുവിളി, അത് രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ പ്രശ്നം CPM സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിഭീകരമായിട്ടുള്ള കടബാധ്യത. ഏതാണ്ട് 4 ലക്ഷം കോടി രൂപയുടെ കടം, സംസ്ഥാനത്തെ ഓരോ ആളുടെയും തലയ്ക്ക് മുകളിൽ ഏതാണ്ട് ഒരു 1.5 ലക്ഷം രൂപയുടെ കടം, നമ്മുടെ പെർ ക്യാപിറ്റ ഡെറ്റ്, നമ്മുടെ പ്രതിശീർഷ കടം ഏതാണ്ട് 1.5 ലക്ഷം കോടി രൂപ. അതിൽ കേന്ദ്രത്തിനെയൊക്കെ വിമർശിക്കുന്നുണ്ട് എങ്കിൽ പോലും
അതിഭീകരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ളത് സംബന്ധിച്ചൊരു ധാരണ പൊതുമണ്ഡലത്തിന് വ്യാപകമായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കോടതിയിൽ പോലും അത് പറയേണ്ടി വന്നു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ്സ് ഓണർ ചെയ്യാൻ കഴിയാത്ത നിലയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയിൽ പോലും പറയേണ്ടി വന്ന അവസ്ഥ. ശമ്പളം മുടങ്ങുന്ന അവസ്ഥ, പെൻഷൻ ഇപ്പോൾ തന്നെ ശമ്പളം മുടങ്ങുമെന്നുള്ള ഭീഷണി, പെൻഷൻ ഇപ്പോൾ തന്നെ വലിയ തോതിൽ മുടങ്ങിക്കിടക്കുന്നു, ക്ഷേമ പെൻഷനുകളൊന്നും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ആ നിലയിൽ അതിഭീകരവും ഭയാനകവുമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി. അപ്പോൾ ഒന്ന്, ഉമ്മൻചാണ്ടിയുടെ മരണാനന്തരം അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള സ്നേഹബഹുമാനവും ആദരവും. രണ്ട്, CPM അഴിമതിയുമായി ബന്ധപ്പെട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന അഭൂതപൂർവമായ സമാനതകളില്ലാത്ത പ്രതിസന്ധി. മൂന്ന്, അതിഭീകരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി. ഈ മൂന്ന് പ്രതിസന്ധികളും കൂടെ വന്നപ്പോഴാണ് ഇതിനെ മറികടക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ആലോചന വരികയും ഏതോ ഈ പറഞ്ഞ പോലൊരു ഒരു പബ്ലിക് റിലേഷൻസ് ഏതോ ഒരു കമ്പനിയാണ് അത് നിർദ്ദേശിച്ചു കൊടുത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ടെൻഷൻ കയറി, CPMൻ്റെ നേതൃത്വത്തിനൊക്കെ ടെൻഷൻ കയറി, മുഖ്യമന്ത്രിക്ക് ടെൻഷൻ കയറി. കാരണം എന്താണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ളൂ. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഏതോ ഒരു പബ്ലിക് റിലേഷൻസ് ഏജൻസി പറഞ്ഞു കൊടുത്ത ഒരു വ്യായാമമാണ് ഈ നവകേരള സദസ്സ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ വെല്ലുവിളികളെല്ലാം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒരു ബസ്സിൽ 140 മണ്ഡലങ്ങളിലും പോയി അവരുമായി സംബന്ധിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു എക്സർസൈസ് ആരംഭിക്കാമെന്ന് പറയുകയും ഈ നവകേരള സദസ്സ് ആരംഭിക്കുകയും ചെയ്തു. സുഹൃത്തുക്കളെ, ഈ നവകേരള സദസ്സ് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ. രാവിലെ പൗരപ്രമുഖർ, അതായത് സാധാരണ ജനങ്ങളെ പൗരപ്രമുഖരെയും ആദ്യം രണ്ടായി വീതിച്ചു. അവരുമായിട്ടുള്ള ചർച്ചാ കാര്യങ്ങൾ, അതിനുശേഷം ജനങ്ങളെ കാണുന്നു, അവരുമായിട്ട് ചർച്ച ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്താ യഥാർത്ഥത്തിൽ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത്? 10,000-കണക്കിന് പരാതികൾ വന്നതിൽ 2-3% പരാതികൾ പോലും പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മൾ കണ്ടു. മന്ത്രിമാർ നേരിട്ട് പരാതി സ്വീകരിക്കുന്നു പറഞ്ഞു നടന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടു. പരാതി സ്വീകരിക്കാൻ കുറേ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുപോയി അവരിൽ നിന്ന് പരാതി സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു. ഒരു പരാതിയും പരിഹരിക്കപ്പെട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇത് വലിയൊരു ധൂർത്തിൻ്റെ വ്യായാമമായി മാറി എന്നുള്ളത് നമ്മൾ കണ്ടു. ഈ നവകേരള സദസ്സ് എന്ന് പറഞ്ഞ ബസ്, അതിൻ്റെ പഞ്ചനക്ഷത്ര സൗകര്യം, അതിൽ കറങ്ങുന്ന കസേര, അതിനകത്ത് കക്കൂസ്, അതിനകത്ത് ഈ പറഞ്ഞ പോലെ 2 പടിയിറങ്ങാനുള്ള ഹൈഡ്രോളിക് ലിഫ്റ്റ്, അതുപോലെ തന്നെ ആ വണ്ടിയുടെ പുറകെ 100 കണക്കിന് വാഹനങ്ങളുടെ അകമ്പടി, അതുപോലെ തന്നെ പഞ്ചനക്ഷത്ര ഭക്ഷണം, ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ ഫലത്തിൽ എന്താണോ നവകേരള സദസ്സ് കൊണ്ട് ഉദ്ദേശിച്ചത് അത് നടന്നില്ല. അതിന് പകരം സംസ്ഥാന ഖജനാവിൽ നിന്നുള്ള കോടിക്കണക്കിന് രൂപയുടെ പണം ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും 150 മണ്ഡലങ്ങളിൽ പോയി രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നതാണ് നമ്മൾ കണ്ടത്. അതായിരുന്നു യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ബോധ്യമായിട്ടുണ്ട്. എന്താണോ നടക്കണമെന്ന് ഉദ്ദേശിച്ചത് അത് 1% പോലും നടന്നില്ല എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര പരാതികൾ കിട്ടി, അതിൽ എത്ര പരാതികൾ പരിഹരിച്ചു, ഇതൊന്നിനെക്കുറിച്ചിട്ടൊന്നും ഒരു പിന്നെ അധികാരികളൊന്നും പറയുന്നില്ല. എന്നാൽ അതുകൊണ്ട് വേറെ ചില നേട്ടങ്ങൾ ഉണ്ടായി, അത് നമ്മൾ കാണാതിരുന്നുകൂടാ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുണ്ടായ ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് നല്ലപോലെ പണം പിരിക്കാൻ കഴിഞ്ഞു. 140 മണ്ഡലങ്ങളിൽ നിന്നുമായി കോടിക്കണക്കിന് രൂപയുടെ പണം പിരിക്കാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഓരോ മണ്ഡലങ്ങളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും എത്ര ഭീകരമായിട്ടുള്ള ധൂർത്താണ് അതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാർട്ടിയുടെ ഖജനാവിലേക്ക് നല്ലപോലെ പണം ഇതിലൂടെ വന്നു. പൗരപ്രമുഖരുമായിട്ടുള്ള ചർച്ചയുടെ ലക്ഷ്യം തന്നെ അതായിരുന്നു എന്നാണ് നമ്മൾ കേൾക്കുന്നത്. ഓരോ മണ്ഡലത്തിലുള്ള കച്ചവടക്കാരിൽ നിന്നൊക്കെ നല്ലപോലെ പണം ചോർത്തിയെടുത്തിട്ടുണ്ട്, ചുരത്തിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പം ഇതുകൊണ്ടുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത് പാർട്ടി ഖജനാവിലേക്ക് നല്ലപോലെ പണം വന്നു എന്ന് മാത്രമല്ല, പാർട്ടിയുടെ MLA-മാരുടെ പോക്കറ്റിലേക്കും കോടികൾ ഒഴുകിയെത്തി എന്നുള്ളതും വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതാണ് ഇതുകൊണ്ടുണ്ടായ ഒരു പ്രധാനപ്പെട്ട നേട്ടം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട നേട്ടം ഞാൻ പരോക്ഷമായി നേരത്തെ പറഞ്ഞതുപോലെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ 140 മണ്ഡലങ്ങളിലും സംസ്ഥാന സർക്കാരിൻ്റെ ചെലവിൽ പോയി മുഖ്യമന്ത്രിയും മന്ത്രിമാരും രാഷ്ട്രീയം പറയുന്നതിൽ വിജയിച്ചു എന്നുള്ള ഒരു നേട്ടമാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട നേട്ടം.
മൂന്നാമതുണ്ടായ ഒരു സംഭവം അതിനെ നേട്ടമെന്ന് നമ്മൾ പറയാൻ കഴിയില്ലെങ്കിലും മന്ത്രിമാരുടെയൊക്കെ ശരീരത്തിൽ ഒരല്പം ദുർമേധസ് വർദ്ധിച്ചു എന്നുള്ളൊരു നേട്ടവും ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം 36 ദിവസമായി പഞ്ചനക്ഷത്ര ഭക്ഷണം ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കഴിച്ചുകൊണ്ടിരിക്കുക. മുഖ്യമന്ത്രി കഴിച്ചുകൊണ്ടിരുന്നതെന്ന് എനിക്കറിയില്ല, മന്ത്രിമാരെന്തായാലും അത് കഴിക്കുകയായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് നമ്മൾ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടതാണ്. 36 ദിവസമായി തുടർച്ചയായി പഞ്ചനക്ഷത്ര ഭക്ഷണത്തിലായിരുന്നു മന്ത്രിമാർ. അതിൻ്റെ റിസൾട്ട് അറിയണമെങ്കിൽ ഈ മന്ത്രിമാരെയൊക്കെ ഒന്ന് തൂക്കി നോക്കിയാൽ ഇപ്പോൾ അറിയാൻ പറ്റും. ഒരു 5-6 കിലോ എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അവരുടെ ശരീരത്തിൽ ദുർമേധസ് അടിഞ്ഞു കൂടിയിട്ടുണ്ടായിരിക്കും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഒരു നേട്ടമെന്ന് പറയാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഒരു സംഭവവും ഉണ്ടായി. എന്നാൽ വേറൊരു ഗുണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി. ആ ഗുണമുണ്ടായത് ശരിക്കും ഭരണപക്ഷത്തിനല്ല, പ്രതിപക്ഷത്തിനാണ് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. കഴിഞ്ഞ 2-2.5 വർഷമായി പ്രതിപക്ഷം ഇങ്ങനെ ചതഞ്ഞരഞ്ഞ് മരവിച്ച് കിടക്കുകയായിരുന്നു ഈ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിൽ. ഇങ്ങനെ ചതഞ്ഞ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ജീവിക്കുന്നു എന്ന് തോന്നത്തക്ക വിധത്തിൽ മാത്രം ഇങ്ങനെ കിടന്ന് കഴിയുകയായിരുന്നു ഈ കോൺഗ്രസിൻ്റെ UDFൻ്റെ നേതൃത്വം. എന്തെങ്കിലും സമരം ചെയ്യാൻ പോയാൽ കുഞ്ഞാലിക്കുട്ടി അത് പുറകോട്ട് വലിക്കും. അപ്പോൾ അതുകൊണ്ടൊരു സമരമില്ലാതെ കിടക്കുകയായിരുന്നു. പക്ഷേ നവകേരള സദസ്സ് കൊണ്ടുണ്ടായ ഒരു ഗുണമെന്ന് പറയുന്നത് പ്രതിപക്ഷത്തെ ഒന്ന് ഊർജ്ജസ്വലമാക്കാൻ നവകേരള സദസ്സ് സഹായിച്ചു എന്നുള്ളതാണ്. അതിന് നമ്മൾ പിണറായി വിജയനോട് സത്യം പറഞ്ഞ ഒരു നന്ദി പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പ്രതിപക്ഷത്തെ ഒന്ന് ഉണർത്തിയെടുക്കാൻ നവകേരള സദസ്സിലൂടെയും മുഖ്യമന്ത്രിയുടെ പെരുമാറ്റത്തിലൂടെയുമൊക്കെ കഴിഞ്ഞു. കാരണം യൂത്ത് കോൺഗ്രസ്സുകാരെ വഴിനീളെ തല്ലി, DYFIക്കാരെ കൊണ്ട് തല്ലിച്ചു, അതിനെ മുഖ്യമന്ത്രി ഉടനീളം ന്യായീകരിച്ചു, അതിന് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞാൽ അവസാനം തല്ലുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് നിവൃത്തിയില്ലാതെ വന്ന് കൊല്ലത്തൊക്കെ ആയപ്പോഴത്തേക്കും മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ വന്ന് ഇറങ്ങി അടിക്കുന്ന ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് പിന്നെ നിവൃത്തിയില്ല എന്നുള്ള സ്ഥിതി വന്നു. അവർ കുറച്ചുകൂടി ഉഷാറായി. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിൽ പുതിയ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും കൂടെ വന്നതോടുകൂടി അവർ ഉഷാറായി, യൂത്ത് കോൺഗ്രസ്സുകാർ ഉഷാറായി സമരവുമായി രംഗത്ത് വന്നു. ആ സമരവുമായി രംഗത്ത് വന്നതിനെ തുടർന്ന് അതിന് തൊട്ട് പുറകെ കോൺഗ്രസ്സുകാരും ഉഷാറായി. അവർക്ക് അവിടെ ഇവിടെയൊക്കെ അനക്കം വെച്ച് അവർക്ക് അവിടെ ഇവിടെയൊക്കെ ജീവൻ വെക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളിടത്തു നിന്നാണ് ഞാൻ പറഞ്ഞത് നവകേരള സദസ്സ് കൊണ്ടുണ്ടായ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അത് പ്രതിപക്ഷത്തിനാണ് എന്നും, ആ നവകേരള സദസ്സിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും മുഖ്യമന്ത്രിയുടെ ഇടപെടലുമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ടും വലിയ തോതിലുള്ള മെച്ചം കേരളത്തിലെ പ്രതിപക്ഷത്തിനും കോൺഗ്രസിനും UDFനും അത് ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ അത് ഏറ്റവും അവസാനമായി ഇപ്പോൾ UDFൻ്റെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുമ്പുള്ള പ്രകടനത്തിലൊക്കെ തന്നെ വളരെ ഈ പറഞ്ഞ പോലെ സജീവമായിരിക്കുന്നു UDFും കോൺഗ്രസും ഒക്കെ. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ നവകേരള സദസ്സ് നടത്തിയതിന് ശരിക്കും പിണറായി വിജയനോട് ഉള്ളാലെയെങ്കിലും കോൺഗ്രസിനും UDFനും ഒരു നന്ദി ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മൊത്തത്തിൽ പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഈ നവകേരള സദസ്സ് സംബന്ധിച്ചിടത്തോളം നവകേരള സദസ്സ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടക്കച്ചവടമായിരുന്നു എന്നുള്ളതാണ്. അവരെന്തൊക്കെയോ വലിയ നേട്ടങ്ങൾ ഇതിനകത്തൂടെ ഉണ്ടാക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങിയതെങ്കിലും ആത്യന്തികമായി ഈ നവകേരള സദസ്സ് LDFന് കോട്ടവും UDFന് നേട്ടവുമാണ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഞാൻ കൂടുതൽ നേരത്തെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് പറയുന്നില്ല. അവസാനമായി പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് പ്രതിപക്ഷത്തെ ഒന്ന് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ, പ്രതിപക്ഷത്തെ ഒന്ന് ധ്രുവീകരിക്കാൻ, എതിർപ്പുകൾ ഒന്ന് ഒരുമിപ്പിക്കാൻ, ചിതറിക്കിടന്ന എതിർപ്പുകളെ ഒന്ന് ധ്രുവീകരിക്കാൻ ഈ നവകേരള സദസ്സ് കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് നവകേരള സദസ്സ് കൊണ്ടുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം. അപ്പോൾ മൊത്തത്തിലെടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ 36 ദിവസം കൊണ്ട് നടന്ന ഈ നവകേരള സദസ്സ് LDFന് വലിയ തോതിലുള്ള കോട്ടവും UDFന് ചെറുതല്ലാത്ത നേട്ടവുമാണ് ഉണ്ടാക്കിയെടുത്തത് എന്നാണ് ഈ നവകേരള സദസ്സ് അവസാനിച്ച് കഴിഞ്ഞ ഈ സാഹചര്യത്തിൽ ഈ ഒരു വ്യായാമം ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിയുന്നത്.